ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ കടല മിഠായി പൊട്ടിക്കണ സൗണ്ട് ആയിട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത്രയും ക്രിസ്പിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ഏത് മോൾഡിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൽ ബട്ടർ പരട്ടി കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡായി യൂസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കടലയും പഞ്ചസാര. ഒരു ബൗള് കടലയ്ക്ക് 1/4 ബൗള് പഞ്ചസാര. 1/4 കപ്പ് പഞ്ചസാര കറക്റ്റ് അളവാണ് കേട്ടോ, അങ്ങനെ എടുക്കണേ. എന്നിട്ട് ആ പഞ്ചസാര എന്ത് ചെയ്യുക, മെൽറ്റ് ചെയ്യുക. നല്ലപോലെ മെൽറ്റ് ചെയ്യണം. പറയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക. എന്നാലാണ് നല്ലപോലെ ഒന്ന് ഇതായിട്ട് കിട്ടുക, മെൽറ്റായി കിട്ടുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ അതിലേക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഇളക്കണം കേട്ടോ, എന്നിട്ട് നല്ല ഇളക്കണം. പിന്നെ ഇത് സ്റ്റവ് ഓഫ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കരിയും. അത് നല്ല ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന കടല ഇട്ട് കൊടുക്കുക. ഒരു ബൗള് നിറച്ച് കടല ഉണ്ട്, അപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുത്തോളി. നിങ്ങൾ എത്രയാണോ കടല എടുക്കണത് അത്ര തന്നെ നിങ്ങൾ പഞ്ചസാര കൊടുക്കണം. കാരണം നമ്മൾ കുറച്ചേൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ആവോ എന്നൊക്കെ കറക്റ്റ് കണക്കിൽ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ നല്ല പോലെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ അപ്പം തന്നെ നമ്മൾ മോൾഡിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും, പഞ്ചസാര അല്ലേ, പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഈ കടല മിഠായി തിന്നണം തോന്നുമ്പോൾ കടയിൽ പോയിട്ടൊക്കെ മേടിക്കണം, നമ്മൾ ഈ വീട്ടിലുണ്ടാക്കി വെക്കണതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ബാലവാടിയിലൊക്കെ കടല കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇത് വേഗം കഴിയും, കുറച്ച് ഒരു ദിവസത്തിനുള്ളിൽ ഇത് കഴിയും, കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.